പാലക്കാട് നിയോജക മണ്ഡലത്തിലെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യും ഇന്റൽ മണിയും ചേർന്ന് പിരായിരി പഞ്ചായത്തിൽ അണ്ടലംകാട് സ്വദേശി രതീഷ് ഹൈമാവതി ദമ്പതികൾക്ക് സ്മൈൽ ഭവന പദ്ധതിയുടെ അടുത്ത 10ാമത്തെ വീടിന്റെ തറക്കല്ലിടൽ കർമ്മം 2025 നവംബർ 16 ഞായറാഴ്ച രാവിലെ 8:30 നടക്കുകയാണ്. പ്രസ്തുത പരിപാടിയിൽ സിനിമാ താരം അനുശ്രീ മുഖ്യ അതിഥിയായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്റ്, ഒരു വാർത്ത നമ്മൾ ഇന്ന് കാണാനിടയായി. അപ്പോൾ അത് കണ്ടപ്പോൾ വലിയ ചില സന്തോഷങ്ങൾ പങ്കുവെക്കാൻ ഉണ്ടെന്നുള്ളത് കൊണ്ട് ആണ് ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ആ സന്തോഷം എന്ന് പറയുന്നത്, ഈ പോസ്റ്റൊക്കെ കാണുമ്പോൾ ചിലരൊക്കെ കാണാതെ പോകുമല്ലോ. ഇതിപ്പോ നമ്മൾ സോഷ്യൽ മീഡിയയിൽ വരുന്ന എല്ലാ പോസ്റ്റുകളും എല്ലാവരും കണ്ടുകൊള്ളണമെന്നില്ല. പക്ഷെ അങ്ങനെ കാണാതെ ആരും അത് നഷ്ടപ്പെട്ട് മിസ്സായി പോകരുത് എന്ന് കരുതിയിട്ടാണ് ഈ പോസ്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം ഈ പോസ്റ്റ് എന്നെ വല്ലാതെ സന്തോഷപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ 2 കാരണങ്ങൾ അതിനുണ്ട്. ഒരു കാരണം എന്ന് പറയുന്നത്, പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ഒരു വീടെന്ന സ്വപ്നം ഒരു ജീവിത ആയുസ് കൊണ്ട് അത് സഫലമാക്കാൻ കഴിയാത്ത ആളുകൾക്ക് അവരുടെ വാർദ്ധക്യത്തിലെങ്കിലും അല്ലെങ്കിൽ അവരുടെ ആയുസിന്റെ അവസാന സമയത്തെങ്കിലും അത്തരത്തിൽ ആ ഒരു സ്വപ്നം സഫലമാകുന്ന പൂവണിയുന്ന ഒരു ഘട്ടത്തിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കാൻ കഴിയുക, അത് രാഹുൽ മാങ്കൂട്ടം തന്നെ ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു സന്തോഷമുള്ള കാര്യമാണ്. കാരണം സാധാരണക്കാരിൽ പാവങ്ങളായിട്ടുള്ള ആളുകൾ, അവർക്ക് അവരുടെ ജീവിതം കൊണ്ട് നടത്തിയെടുക്കാൻ കഴിയാത്തത്, അത് അങ്ങനെ പാവങ്ങൾക്ക് അത് ലഭിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. രണ്ടാമത്തെ സന്തോഷം എന്ന് പറയുന്നത്, ഈ പരിപാടിയൊക്കെ കാണുമ്പോൾ, ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ കാണുമ്പോൾ ചിലരുടെയൊക്കെ കുരുപൊട്ടും എന്നുള്ളത് തന്നെയാണ്. അവരുടെയൊക്കെ ക്രിമികടി ഒരു ഭാഗത്ത് തുടങ്ങും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ കുരുപൊട്ടി ഒലിക്കുന്നത് കാണാനും വല്ലാത്തൊരു സന്തോഷവും ഒരു സാറ്റിസ്ഫാക്ഷനുമാണ്. മനസ്സിലായില്ലേ? എസ്പെഷ്യലി ഇത്തരത്തിൽ അതിഥികളായി വരുന്ന ചില ആളുകൾ, അതിഥികൾ ചില പ്രത്യേക ആളുകളാകുമ്പോൾ ആ സന്തോഷം ഒന്നുകൂടി വർദ്ധിക്കും. ഇപ്പൊ കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു 8ാമത്തെ വീടിന്റെ തറക്കല്ലിടലാണ് എന്ന് തോന്നുന്നു. 8ാമത്തെ വീടിന്റെ 8ാമത്തെ സ്മൈൽ ഭവന പദ്ധതിയിലെ 8ാമത്തെ വീടിന്റെ തറക്കല്ലിടലിന് രാഹുൽ അതിഥിയായി എത്തിച്ചത് തൻവീർ ആമിനെയായിരുന്നു. എന്നാൽ ഇന്നെന്ന് പറഞ്ഞാൽ നാളെ ഈ പറയുന്ന 16-ാം തീയതി ഞായറാഴ്ച നടക്കാൻ പോകുന്ന തറക്കല്ലിടൽ കർമ്മത്തിന് രാഹുൽ എത്തിക്കുന്നത് അനുശ്രീയെയാണ്. സിനിമാ താരം അനുശ്രീയെയാണ്. അനുശ്രീയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അനുശ്രീയാണ് നാളെ വരുന്നത്. അപ്പൊ എന്താണെങ്കിലും ഇതൊക്കെ കാണുമ്പോൾ ഞാൻ സിനിമാ നടിയാണ് എന്ന് മാധ്യമങ്ങളിൽ വന്ന് വിളിച്ചു പറഞ്ഞ ആളുകൾക്കൊക്കെ ഇതൊക്കെ കാണുമ്പോൾ നല്ല 1-ാം തരം കുരുപൊട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല, അല്ലേ? അനുശ്രീക്ക് എന്താണെങ്കിലും മൈക്കിന്റെ മുന്നിൽ കയറി ഇരുന്നിട്ട് ഞാൻ സിനിമാ നടിയാണ് എന്ന് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട അവസ്ഥ അനുശ്രീക്കില്ല. തൻവീർ റാം, ഇപ്പൊ കഴിഞ്ഞ പരിപാടിക്ക് വന്ന തൻവീർ റാമിനും അത്തരത്തിൽ ഒരു അവസ്ഥയില്ല. എന്ത്, മാധ്യമങ്ങളുടെ മുന്നിൽ വന്നതുകൊണ്ട് ഞാൻ സിനിമാ നടിയാണ് എന്ന് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ഒരു കാര്യം തൻവീർ റാമിനുമില്ല. പക്ഷേ രാഹുലുമായിട്ട് അല്ലെങ്കിൽ രാഹുലിന്റെ മറുഭാഗത്ത് നിൽക്കുന്ന പലർക്കും ഞാൻ സിനിമാ നടിയാണ് എന്ന് പറയേണ്ട ഗതികേട് പലർക്കും ഉണ്ട്. അത് തന്നെയാ നിങ്ങൾ പറയുന്ന ആള് തന്നെയാ. ഞാൻ പേര് പറയില്ല, മനസ്സിലായില്ലേ? ഞാൻ പേര് പറയില്ല. നിങ്ങൾക്കറിയാലോ, പിന്നെ ഞാൻ എന്തിനാ പറയണ? അറിയാത്ത കാര്യമില്ല പറഞ്ഞു തരണ്ടുള്ളൂ, അറിയുന്ന കാര്യം പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഞാൻ പറയില്ല. അത് തന്നെ സൗണ്ടിൽ പറയണ്ട, ബാക്കിയുള്ളവർ കേൾക്കും, മനസ്സിൽ വെച്ചാൽ മതി. ഓക്കെ? അപ്പോ അത്തരത്തിലൊരു ഗതികേട് എന്താണെങ്കിലും അനുശ്രീക്കും ഇല്ല, തൻവീർ റാമിനും ഇല്ല. അങ്ങനെ അപ്പോ രാഹുല് ചിലതൊക്കെ കരുതി കൂട്ടി ചെയ്യുന്നതാണോ എന്നൊരു സംശയം എനിക്കുണ്ട്. നിങ്ങൾക്കും ഇല്ലേ അത്തരത്തിൽ ചില സംശയങ്ങൾ ഉണ്ടാവും. സ്വാഭാവികമായിട്ട് ഇതൊക്കെ കാണുമ്പോൾ ആർക്കാണെങ്കിലും സംശയം തോന്നും, അല്ലേ? കാരണം സിനിമാ നടിമാരെ കൊണ്ടെന്ന് ഇങ്ങനെ പറയുന്ന തറക്കല്ലിടൽ കർമ്മത്തിൽ മുഖ്യാതിഥിയായിട്ടൊക്കെ അവരെ കൊണ്ടുവരുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അതാ. അപ്പോ ഇത്തരത്തിൽ രാഹുൽ അത് ചിലതൊക്കെ കരുതി കൂട്ടി തന്നെ ചെയ്യുന്നതാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അയാളുടെ മനസ്സിലും ചിലതൊക്കെ ഉണ്ടാവുമല്ലോ.
ചിലതൊക്കെ കല്ലുകൊണ്ട് ഇങ്ങനെ കോറിയിട്ടത് മായാതെ മായ്ക്കാൻ കഴിയാതെ വേദനിപ്പിച്ച കാര്യങ്ങള് അയാളുടെ നെഞ്ചിനകത്തുമുണ്ട്. തിരിച്ച് ആ മായ്പ്, ആ അടയാളങ്ങൾ മായ്ച്ചു കളയാൻ ഇത്തരത്തിലുള്ള ചില കരുതിക്കൂട്ടിയുള്ള മനഃപൂർവ്വമുള്ള ചില പ്രവർത്തനങ്ങൾ ആവശ്യമാണ്. ആ തിരിച്ചറിവിൽ നിന്ന് തന്നെയാണ് പലതും മായ്ച്ചു കളയണം. അതിനു വേണ്ടിയിട്ട് തന്നെയാണ് രാഹുൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും നിങ്ങൾക്ക് ആർക്കും വേണ്ട. അപ്പോ എന്താണെങ്കിലും രാഹുല് പാലക്കാട്ട് വലിയ വലിയ മുന്നേറ്റം നടത്തുകയാണ്. അത് വലിയ സ്വാധീനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ജനങ്ങൾ കൈയടിക്കുന്നുണ്ട്. ജനങ്ങൾ ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്നുണ്ട്. രാഹുല് MLA എന്ന രീതിയിൽ പാലക്കാട്ട് വലിയ വലിയ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ പലർക്കും വലിയ വലിയ കുരുപൊട്ടലുകൾ, ക്രിമികടികൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകും. നമ്മൾ ആ ക്രിമി കടിക്കുന്നവരെ നന്നായിട്ട് ഇങ്ങനെ വിരലിട്ട് മാന്തിയിട്ട് ഒരു ആശ്വാസം അവരതിൽ കണ്ടെത്തട്ടെ എന്ന് മാത്രമേ എനിക്കിതിൽ പറയാനുള്ളൂ. എന്താണെങ്കിലും രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന പാലക്കാടിന്റെ MLA, ഈ വിവാദങ്ങൾക്ക് ശേഷം പാലക്കാട്ടേക്ക് തിരിച്ചെത്തിയ MLA, അയാള് പൂർവാധികം ശക്തി പ്രാപിച്ചിരിക്കുന്നു, അയാൾ അജയ്യനായിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. മനസ്സിലായില്ലേ? അയാൾ പൂർവാധികം ശക്തി പ്രാപിച്ചിട്ടുണ്ട്. കാരണം അയാളുടെ പ്രവർത്തനങ്ങൾ പാലക്കാട്ട് ജനതയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ആശ്വാസമാകുന്നുണ്ട്. ഇതിപ്പോൾ 10ാമത്തെ വീടിൻ്റെ തറക്കല്ലിടൽ എന്നൊക്കെ പറയുമ്പോൾ അത് വലിയ ഒരു ആശ്വാസം തന്നെയാണ്. കാരണം എന്ന് പറയുന്നത് ഇതിലും വലിയ സ്വപ്നങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ജീവിതം കൊണ്ട് നടക്കുമെന്ന് ഒരിക്കൽ പോലും കരുതിയിട്ടില്ല. അത്തരത്തിലുള്ള മനുഷ്യർക്കാണ് ഇങ്ങനെയുള്ള അവരുടെ സ്വപ്നങ്ങൾ പൂവണിയാൻ പോകുന്നത്. അതിൻ്റെയൊക്കെ ഭാഗമാകുന്ന ഈ ഇന്റൽ മണിയുടെ മോഹനേട്ടൻ, അദ്ദേഹത്തെ നമുക്ക് ഈ അവസരത്തിൽ അനുസ്മരിക്കാതെ അല്ലെങ്കിൽ അദ്ദേഹത്തെ പേര് പറയാതെ നമുക്ക് ഈ ഘട്ടം കടന്നു പോകാൻ കഴിയില്ല. രാഹുലിന്റെ കൂടെ നിന്നു. വിവാദങ്ങൾക്ക് മുൻപ് തുടങ്ങി വെച്ച പദ്ധതി വിവാദങ്ങൾ കൊണ്ട് അദ്ദേഹം പിന്മാറിയില്ല. അദ്ദേഹം രാഹുലിന്റെ കൂടെ തന്നെ നിന്നു. രാഹുലിന് എല്ലാവിധ പിന്തുണയും നൽകി. അങ്ങനെ ഈ ഒരു പദ്ധതിയുമായിട്ട് രാഹുലിന് മുന്നോട്ട് പോകാനുള്ള ഊർജം നൽകിയ വ്യക്തികളിൽ പ്രധാനപ്പെട്ട ആളാണ് ഈ മോഹനേട്ടൻ. അപ്പോൾ അദ്ദേഹത്തെ നമുക്ക് ഇതിൽ പറഞ്ഞിട്ട് പരാമർശിക്കാതെ നമുക്ക് അങ്ങോട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. അദ്ദേഹത്തെ കൂടി പരാമർശിക്കേണ്ടത് അനിവാര്യമായ ഘടകമാണ്. ഒരുപക്ഷെ രാഹുലിന്റെ ഈ തിരിച്ചുവരവിൽ രാഹുലിന് ഏറ്റവും അധികം ഊർജമായിട്ടുണ്ടാവുന്ന അല്ലെങ്കിൽ വലിയ ഇന്ധനമായിട്ടുള്ള വ്യക്തി ഈ പറയുന്ന മോഹനേട്ടൻ തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിലും ഒരു തർക്കവും നിങ്ങൾക്ക് ആർക്കും വേണ്ട. കാരണം ഒരുപക്ഷെ ഈ പറയുന്ന നിങ്ങളൊരു കാര്യം ആലോചിക്കണം. ഓഗസ്റ്റ് 16-നോ 17-നോ ആണ് ആദ്യത്തെ വീടിന്റെ തറക്കല്ലിടുന്നത് ആസിഫ് അലി വന്നിട്ട്. അത് കഴിഞ്ഞ് ഓഗസ്റ്റ് 20-ന് ഈ പറയുന്ന കോലാഹലങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നു. ഓഗസ്റ്റ് 20-ന് അത് കഴിഞ്ഞിട്ട് 1 മാസക്കാലത്തോളം മണ്ഡലത്തിൽ നിന്ന് മാറി നിന്ന രാഹുല് തിരിച്ചു വന്നപ്പോ എങ്ങാനും ഈ പറയുന്ന മോഹനേട്ടൻ കൈയൊഴിഞ്ഞിരുന്നെങ്കിൽ രാഹുൽ വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് നീങ്ങുമായിരുന്നു. പക്ഷേ ആ മോഹനേട്ടനും ഇന്റൽ മണിയും രാഹുലിനെ കൈവിട്ടില്ല. അവർ ആ പറഞ്ഞ പിന്തുണ, ആ പറഞ്ഞ വാക്ക് അവർ പാലിച്ചു. അതുകൊണ്ട് വലിയ ഒരു പ്രതിസന്ധിയെ തരണം ചെയ്യാൻ രാഹുലിന് അത് വലിയ ഊർജമായി എന്നുള്ളത് തന്നെ പറയേണ്ടി വരും. കാരണം ഒരു വിവാദങ്ങൾ കൊണ്ട് പലതും മുടങ്ങിപ്പോയി കഴിഞ്ഞാൽ അത് രാഹുലിനെ അളക്കുവാനുള്ള അളവുകോലായി മാറുന്ന കാലഘട്ടത്തിൽ രാഹുലിനെ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് തള്ളിവിടാതെ കൂടെ നിന്ന മോഹനേട്ടനും ഇന്റൽ മണിയും പറയാതെ നമ്മൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല, പരാമർശിക്കാതെ നമ്മൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇപ്പൊ എന്തൊക്കെയാണെങ്കിലും രാഹുല് താൻ പറഞ്ഞ 20 വീടുകളുടെ പദ്ധതി, ഭവന പദ്ധതിയാണ് ഇസ്മായിലിൽ ആദ്യഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടം പ്രഖ്യാപിച്ചത്. അത് ഈ ആസിഫ് അലി വന്ന ഓഗസ്റ്റ് 16-ന് അത് പ്രഖ്യാപിക്കുന്നു. ഓഗസ്റ്റ് 20-ന് ബോംബ് പൊട്ടിക്കുന്നു. ഈ പറയുന്ന വ്യാജ ബോംബ് കണ്ണൂരിൽ നിന്ന് ഇറക്കിയ AKG സെന്ററിൽ നിന്ന് ഇറക്കിയ ബോംബ് പൊട്ടിക്കുന്നു. പക്ഷെ ആ പറഞ്ഞ 20-ലേക്ക് രാഹുൽ നടക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഓരോ ആഴ്ചയിലും ഓരോ വീടിന്റെ തറക്കല്ലിടൽ കർമ്മം പദ്ധതികൾ നടത്തിക്കൊണ്ട് അതിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക. കഴിഞ്ഞ ദിവസം 9ാമത്തെ വീടിന്റെ തറക്കല്ലിടൽ കഴിഞ്ഞിട്ട് ആ പറയുന്ന കുടുംബനാഥൻ രാഹുലിനോട് ഒരു ചോദ്യം ചോദിച്ചു. 6 മാസം കൊണ്ട് തീരൂലേ, 6 മാസം കൊണ്ട് തീരൂല മോനെ എന്ന് രാഹുലിനോട് ആ ചേട്ടൻ ചോദിച്ചപ്പോ, ആ കുടുംബനാഥൻ ചോദിച്ചപ്പോ അന്ന് രാഹുലും മോഹനേട്ടനും ഒറ്റ വാക്കിൽ പറഞ്ഞു, 6 മാസമൊന്നും വേണ്ട, അതിനു മുൻപ് നമ്മൾ പൂർത്തീകരിച്ചിരിക്കും നിർമ്മാണം എന്ന് പറഞ്ഞപ്പോ ആ ഒരു കുടുംബത്തിന്റെ മുഖത്തുണ്ടായ ഒരു സന്തോഷം
അത് തന്നെയാണ് രാഹുലിന്റെ വലിയ ഡെപ്പോസിറ്റ്. മോഹനേട്ടനെ പോലെയുള്ള ആളുകൾ രാഹുലിന് വലിയ പിന്തുണകൾ നൽകുമ്പോൾ ഇത്തരത്തിൽ ചെറിയ ചെറിയ വാക്കുകൾ കൊണ്ട് രാഹുലിനെ പിന്തുണയർപ്പിക്കാൻ ഞാൻ ഈ അവസരം അങ്ങോട്ട് ഉപയോഗിക്കുകയാണ്. കാരണം അയാൾ ഈ പ്രസ്ഥാനത്തിന്റെ മുന്നണി നേതാവായിരുന്നു, മുന്നണി പോരാളിയായിരുന്നു. മാറ്റി നിർത്തപ്പെടേണ്ടവനല്ല, പിന്തുണക്കണം, അയാളെ കൈപിടിച്ചുയർത്തണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.